ഗുഡ് മോർണിംഗ്. ഞങ്ങള് പൂനെയില് പൂന്തുവ കോർപ്പറേറ്റിലെ വീട്ടിലാണുള്ളത്. ഇന്നലെ വൈകിട്ട് അദ്ദേഹമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. കാര്യങ്ങൾ നമ്മൾ വന്ന ഉദ്ദേശത്തെ കുറിച്ച് അദ്ദേഹത്തോട് നമ്മൾ അവതരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം മാക്സിമം എല്ലാ സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലാണുള്ളത്. അദ്ദേഹം പുറത്തു പോയതാണ്. അദ്ദേഹത്തിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം വന്നതിന് ശേഷമാണ് ബാക്കി പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യുക. അപ്പം ഞങ്ങൾ വന്ന ദിവസം ഇവിടെ ഒരു വലിയ സെൻസിറ്റീവ് സിറ്റുവേഷൻ ഉണ്ടായതാണ്. ഒരു വലിയ തോതിൽ മയക്കുമരുന്ന് ഇവിടെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ചില ഉദ്യോഗസ്ഥരും ഇൻവോൾവ്ഡ് ആണ്. അപ്പം ഇന്നലെ ഞങ്ങൾ വൈകിട്ട് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കോർപ്പറേറ്റോടൊപ്പം പോകാമെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ അങ്ങനെ സെൻസിറ്റീവ് സിറ്റുവേഷൻ ആയതുകൊണ്ടും ചില ഉദ്യോഗസ്ഥർ നിരീക്ഷണ വലയത്തിലായതുകൊണ്ടും ഇന്നലെ പോകാമെന്ന് ഉദ്ദേശിച്ച അത് ഞങ്ങൾ മാറ്റിവെച്ചു. അങ്ങനെ ഇനി ബാക്കി പരിപാടികൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ഇന്ന് രാവിലെ അദ്ദേഹം വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ഇവിടെ വലിയ രീതിയിലാണ് മയക്കുമരുന്ന് വേട്ട നടന്നിട്ടുള്ളത്. നമ്മൾ നാട്ടിന്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഗോവയിൽ പോയപ്പോൾ അവിടെ വലിയ തോതിലാണ് മയക്കുമരുന്ന് ഇറങ്ങുന്നത്. ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മളെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളതിന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ വലിയ രീതിയിലാണ് നമ്മുടെ നാട്ടിന്റെ പല ഭാഗത്തും പല സംസ്ഥാനങ്ങളിലും മയക്കുമരുന്ന് ഉപയോഗവും അതുപോലെ മയക്കുമരുന്ന് വേട്ടയും നടക്കുന്നത്. ഏറ്റവും കൂടുതൽ യുവാക്കൾ ഇതിന്റെ അടിമപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഉണരേണ്ട സമയമാണ്. നാളെ നമ്മളെ മക്കളും ഇത്തരത്തിലുള്ള മയക്കുമരുന്നിന്റെ അപകടത്തിലേക്ക് പോകുന്നത് തടയാൻ നമ്മൾ ഇപ്പോഴേ അതിനു വേണ്ടി ജാഗരൂകരായിട്ടില്ലെങ്കിൽ അത് നമ്മുടെ നാടിനും നമ്മളെ മക്കൾക്കും സമൂഹത്തിനും എല്ലാം തന്നെ വലിയ ഒരു വിപത്തായിട്ട് മാറും. എൻ്റെ നാട്ടില് എനിക്ക് നേരിൽ അറിയാവുന്ന യുവാക്കളിൽ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗത്തിന്റെ ചില സന്ദർഭങ്ങൾ കണ്ടതുകൊണ്ടും അതുമൂലം വലിയ ഒരു വിപത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായത് കൊണ്ടാണ് കഴിഞ്ഞ 2024 ജൂലൈ മാസമാണ് ഇങ്ങനൊരു ദൗത്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് അറ്റംപ്റ്റ് നടത്തിയതും ഇങ്ങനൊരു മിഷൻ സ്റ്റാർട്ട് ചെയ്തതൊക്കെ. കാര്യങ്ങൾ ശരിക്ക് മനസ്സിലാക്കണം. കാരണം ഇതിന്റെ സ്രോതസ് എവിടെയൊക്കെ ഉണ്ടെന്ന് ശരിക്കൊന്ന് അന്വേഷിക്കണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടുണ്ടായിരുന്നു. പൂർണ്ണമായിട്ട് നമുക്ക് കണ്ടെത്താന് നമുക്ക് സാധിക്കില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് എവിടെയൊക്കെയാണ് ഇതിന്റെ നമ്മുടെ നാട്ടിൽ ഇത് ഇത്രത്തോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു അപകടകരമായിട്ടുള്ളൊരു സംഭവമാണ് എന്നുള്ളത് നമ്മളെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോ നമ്മളെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇതിന്റെ ഒരു വ്യാപ്തി ഇത് എത്രത്തോളം ഗൗരവത്തിലാണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. സത്യത്തില് എനിക്കും മനസ്സിലാവുന്നില്ല നമ്മളെ നാടിന്റെ പോക്ക് ഇതെങ്ങോട്ടാണെന്നുള്ളത്. വളരെ ഭീതിജനകമാണ്, ഭയാനകരമാണ്. ഇത് ശരിക്കും നമ്മളെല്ലാവരും വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ പോരാടേണ്ട ടൈം അതിക്രമിച്ചിരിക്കുന്നു. ആദ്യം ഞങ്ങള് കോർപ്പറേറ്റിലെ വീട്ടിലാണ് പോയത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. അങ്ങനെ ഞങ്ങൾ നേരെ അദ്ദേഹത്തിന്റെ ഓഫീസ് അവിടെ തൊട്ടടുത്താണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പൊ അവിടെ ചെന്ന സമയത്ത് ഓഫീസിലും അദ്ദേഹം ഇല്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള ഒരാള് അദ്ദേഹത്തിന് ഫോൺ ചെയ്തു എവിടെയാണുള്ളതെന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റ് അതാ വീട്ടിലേക്ക് ഞങ്ങൾ കയറുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട ആ സമയത്താണ് അദ്ദേഹം വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങളെ അദ്ദേഹം അനുഗമിച്ചുകൊണ്ടാണ്
അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ വീഡിയോ നിങ്ങൾക്ക് അതിൽ കാണാം. അങ്ങനെ നേരെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ഞങ്ങളെ പർപ്പസ് എന്താണ് എന്നതിനെ കുറിച്ച് നല്ല അദ്ദേഹത്തിന് നല്ലൊരു ക്ലാരിറ്റി ഞങ്ങൾ കൊടുത്തു. അപ്പൊ അദ്ദേഹം വളരെ ഹാപ്പിയായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് ഇവിടെ ശരിക്കും നമുക്ക് ഈ ഒരു പിന്നെ ഇവിടെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. കാരണം ഇവിടെ ശരിക്കും നല്ലൊരു ഡ്രഗ് വേട്ട നടന്നിട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്ക് മാക്സിമം ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, നാളെ രാവിലെ നിങ്ങൾ വരണം, വന്നിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനുമായിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ അന്ന് തന്നെ വൈകുന്നേരം പോകാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അന്ന് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ, അതായത് ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ആളെ ഞങ്ങളെ കൂടെ വിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി. ഞങ്ങൾ അവിടുത്തെ ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചു. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു. Mission Health India, say no to drugs.